ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരാളുടെ കെട്ടിടത്തിന്റെ പഞ്ചായത്തിലെ വിവരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അത് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്കൊരു വീട്ടുപേര് മാറ്റണമെന്ന് തോന്നുകയാണ്. അയാളുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിലുള്ള വീട്ടുപേരല്ല അയാൾക്ക് വേണ്ടത്. അയാൾ പുതുതായിട്ടൊരു വീട്ടുപേര് ആ വീട്ടിന് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ പഞ്ചായത്തിലോട്ട് ചേർക്കാം എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റി ശരിയായ രീതിയിലേക്ക് കൊടുക്കാം. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സർവീസ് ചെയ്യുന്നതിനായിട്ട് ILGMSന്റെ പോർട്ടൽ വന്ന ശേഷം ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. എങ്ങനെയാണ് ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഡാഷ്ബോർഡിലോട്ട് വരും. ആദ്യം തന്നെ ലാംഗ്വേജ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് താഴേക്ക് വരിക. നമുക്ക് ഈ ചെയ്യേണ്ട സർവീസ് സെലക്ട് ചെയ്യാനായിട്ട് താഴോട്ട് വരിക. ഇവിടെ കെട്ടിടങ്ങൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഏറ്റവും താഴെയായിട്ട് അസസ്മെന്റ് രജിസ്റ്ററിൽ കെട്ടിട ഉടമയുടെ വിലാസത്തില് അല്ലെങ്കിൽ മറ്റു വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏത് പഞ്ചായത്തിലേക്കാണോ അപേക്ഷ കൊടുക്കുന്നത് ആ ഒരു പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്യുക. പൊതുവിഭാഗമാണെങ്കിൽ പൊതുവിഭാഗം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് അപേക്ഷകനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ്. എല്ലാ വീഡിയോയിലും നമ്മൾ കണ്ടതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ അപേക്ഷകന്റെ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് തിരിച്ചറിയൽ രേഖാ നമ്പർ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് അപേക്ഷകന്റെ പേര് എന്നുള്ള കോളത്തിൽ അപേക്ഷിക്കുന്ന ആളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് ആ ഒരു കെട്ടിട ഉടമയുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് ഇവിടെ വീട്ടു നമ്പർ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഒരു വീട്ടു നമ്പർ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടു നമ്പർ അവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അതിനുശേഷം ഇവിടെയുള്ള ടിക്ക് ബോക്സ് കൊടുത്ത് സ്ഥിരമായ വിലാസം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് അപേക്ഷ തയ്യാറാക്കലാണ്. ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് അപേക്ഷ തയ്യാറാക്കാം. ഒന്ന് മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഫ്രം അപേക്ഷിക്കുന്ന ആളുടെ പേര്, അപേക്ഷിക്കുന്ന ആളുടെ ഇപ്പൊ നിലവിലുള്ള വീട്ടുപേര്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കാര്യങ്ങൾ, സ്ഥലം കാര്യങ്ങൾ കൊടുക്കുക. 2 എന്നുള്ള ഭാഗത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഏതാണോ പഞ്ചായത്ത് അത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിഷയം എന്നുള്ള ഭാഗത്ത് അസസ്മെന്റ് രജിസ്റ്ററിൽ തിരുത്തലിന് വേണ്ടിയുള്ള അപേക്ഷ തിരുത്തലുകൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിനുശേഷം സാർ അല്ലെങ്കിൽ മാഡം എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് അവതരിപ്പിക്കേണ്ട വിഷയം എന്താണോ അത് അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്ന പഞ്ചായത്തിലെ ഇത്ര നമ്പർ വാർഡിലെ ഇത്ര നമ്പർ കെട്ടിടത്തിന് ഇന്ന വീട്ടുപേരാണ് നിലവിലുള്ളത്. അത് മാറ്റി പുതുതായിട്ട് വീട്ടുപേര് ചേർക്കുന്നതിലേക്ക് പുതിയ വീട്ടുപേരായ ഇന്നതിലേക്ക് മാറ്റി നൽകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു വെള്ളക്കടലാസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെള്ളക്കടലാസിൽ എഴുതിയിട്ട് അതും ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനായിട്ട് അറ്റാച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ചൂസ് ഫയൽ ഭാഗം ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സേവ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് ശരി ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏതെങ്കിലും ഒരു വാർഡ് സെലക്ട് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്ഷനും സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 5 രൂപയായിട്ടുള്ള കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ എമൗണ്ട് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് അടക്കാനുള്ളത്. മറ്റു എമൗണ്ടുകളൊന്നും നമുക്ക് അടക്കാനുണ്ടാവില്ല. അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് സത്യപ്രസ്താവനയാണ്. സത്യപ്രസ്താവന ഭാഗത്ത് കൺസിഡർ ബോക്സ് ക്ലിക്ക് ചെയ്ത് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അപേക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ 5 രൂപ പേയ്മെന്റ് കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത ശേഷം ലഭിക്കുന്ന കൈപ്പറ്റ് രസീത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു കെട്ടിടത്തിന്റെ രജിസ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്തണമെങ്കിൽ, അഡ്രസ്സിലോ മറ്റോ കാര്യങ്ങളൊക്കെ തിരുത്തൽ വരുത്തണമെങ്കിൽ തിരുത്താനായിട്ട് സാധിക്കും.